ഡാഷ് ക്യാം ഉള്ളത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരുപാടധികം ആളുകളുണ്ട്. നമ്മുടെ റോഡുകളിൽ എപ്പോഴും കോപ്രായങ്ങളും ആക്സിഡൻറ്റുകളും നമ്മൾ തന്നെ ഉണ്ടാക്കണമെന്നില്ല, മറ്റൊരാൾ ഇങ്ങോട്ട് വന്ന് ഉണ്ടാക്കിയാലും മതി. മിക്ക സ്ഥലങ്ങളിലും CCTV സർവൈലൻസ് ക്യാമറകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ചില റിമോട്ടായിട്ടുള്ള പ്ലേസുകളിൽ, ഫോറസ്റ്റ് ആയിട്ടുള്ള പ്ലേസുകളിൽ, അല്ലെങ്കിൽ ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് CCTVയോ സർവൈലൻസോ ഒക്കെ ഉണ്ടാവണമെന്നില്ല. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നിങ്ങളെ ലോഫുള്ളി ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിവൈസാണ് ഡാഷ് ക്യാം എന്ന് പറയുന്നത്. പല ആളുകളും ഇത് യൂസ് ചെയ്യുന്നുണ്ട്, മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് കരുതുന്നവരുണ്ട്. ഒരു ആവശ്യം വരുന്നത് വരെ ഇതിനൊരു ആവശ്യവുമില്ല. പക്ഷേ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് മസ്റ്റായിട്ട് വാങ്ങിക്കേണ്ട ഒരു സാധനമാണെന്ന് തോന്നും. സപ്പോസ് ഞാനിപ്പോൾ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളായിരിക്കാം, നിങ്ങൾ ചിലപ്പോൾ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളായിരിക്കാം, ഓപ്പോസിറ്റ് സൈഡ് വരുന്ന ഒരാൾ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളല്ലെങ്കിൽ അവർ വന്ന് ഇപ്പോൾ റിമോട്ടായിട്ടുള്ള ഏതെങ്കിലും ലൊക്കേഷനിൽ വെച്ചിട്ട് അവർ തന്നെ വന്ന് തട്ടിയിട്ട് നമ്മൾ തട്ടിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എവിഡൻസ്. അപ്പോൾ അതാണ് ഈ ഒരു ഡാഷ് ക്യാം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 70 മൈ എന്ന് പറയുന്ന ഡാഷ് ക്യാം 3 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇതെടുക്കാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാടധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ 70 മൈ കുറേ നാളായിട്ട് ഇന്ത്യയിൽ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ളൊരു ഡാഷ് ക്യാം കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 4998, 5000 എന്ന് തന്നെ പറയാം. ആ ഒരു വിലയ്ക്കായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഡാഷ് ക്യാം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ, ഒട്ടും വലിച്ചു നീട്ടാതെ തന്നെ ഇതിനകത്ത് എന്തൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഡാഷ് ക്യാമിൻ്റെ ഈ ഒരു ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇതിൻ്റെ ഒരു പേപ്പർ മാനുവലാണ് കേട്ടോ. വലിയൊരു ബുക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെയായിട്ട് 2 സ്റ്റിക്കേഴ്സ് പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കേഴ്സാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ് ക്യാം നമ്മുടെ വിൻഷീൽഡിൽ ഒട്ടിക്കുന്നതിന് മുന്നായിട്ട് ഒട്ടിക്കേണ്ട സാധനമാണ് കേട്ടോ. ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് നമ്മുടെ വിൻഷീൽഡിൽ നിന്ന് ക്യാമറയിലേക്ക് വരില്ല എന്നുള്ളതാണ്. ഒട്ടിക്കുന്നതും ഒട്ടിക്കാത്തതുമൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഒട്ടിച്ച് കഴിഞ്ഞാൽ വളരെയധികം നല്ലത്. അത് കഴിഞ്ഞ് ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കുഞ്ഞ് കവറിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ക്രോബാറാണ് കേട്ടോ. ക്രോബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തൊരു വയറിംഗ് കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പാനൽസ് ഇളക്കാനും വയറൊക്കെ കയറ്റി വയ്ക്കാനും അങ്ങനെയൊക്കെ വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു ടൂളാണ് അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നീടായിട്ടുള്ളത് ഇവിടെ ഒരു നമ്മുടെ USB കേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു USB കേബിള് ടൈപ്പ് 1 ആണ് കേട്ടോ. നമ്മുടെ പഴയ മോഡലാണ് കൊടുത്തത്. എന്തുകൊണ്ടാണ് ടൈപ്പ് C കൊടുക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ശകലം ഔട്ട്ഡേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നി. എന്നിരുന്നാലും അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു കേബിൾ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ദൂരം നമുക്ക് കാറിനകത്ത് കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഫൈനലി നമ്മുടെ ഡാഷ് ക്യാം വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. നമ്മുടെ കാറിനകത്ത് വളരെയധികം സ്യൂട്ടാവുന്ന തരത്തിലുള്ളൊരു ഡാഷ് ക്യാം തന്നെയാണ്. ഇതിന് പുറത്തായിട്ട് 70 മൈയുടെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹീറ്റ് ഡിസിപ്പേഷന് വേണ്ടിയിട്ട് ഒരുപാടധികം ഹോൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്പീക്കർ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഹോൾസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ഡാഷ് ക്യാമിൻ്റെ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. ഡാഷ് ക്യാം എന്ന് പറയുന്നത് ഒറിജിനലി നിങ്ങൾക്ക് പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അഡീഷണലി ഇതിലൊരു ഹാർഡ്വെയർ കിറ്റ് വരുന്നുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യണം. അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡീഷണലി ഒരുപാടധികം ഓപ്ഷൻസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഹാർഡ്വെയർ കിറ്റ് ഉപയോഗിക്കാതെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി പ്ലഗ് ആൻഡ് പ്ലേ ആണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ആ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കർ ഒട്ടിക്കുക, അല്ലെങ്കിൽ അല്ലാതെ തന്നെ വിൻഷീൽഡിലേക്ക് ഡയറക്റ്റ്ലി നമുക്ക് അപ്ലൈ ചെയ്ത് ഒട്ടിക്കാൻ വേണ്ടി സാധിക്കും. ഇനി വീഡിയോ ക്വാളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുക. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് സോണിയുടെ സ്റ്റാർവിസ് 2 എന്ന് പറയുന്ന ഒരു സെൻസറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെൻസർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാടധികം വിസിബിലിറ്റി കിട്ടും. ഈ ഒരു രാത്രി കാലങ്ങളിലാണെങ്കിൽ പോലും ഒരുപാടധികം വിസിബിലിറ്റി കിട്ടും. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഒരു നമ്പർ പ്ലേറ്റ് ഡിറ്റക്ഷൻ അതുപോലത്തെ കുറേയധികം ഫീച്ചേഴ്സ് ഈ സെൻസറുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ മുന്നേ പോകുന്ന വെഹിക്കിളിൻ്റെ ആ നമ്പർ പ്ലേറ്റ് കുറച്ചുകൂടെ വിസിബിളായിട്ട് ഷാർപ്പറായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ സെൻസർ സഹായിക്കുന്നുണ്ട്. ഈ ഒരു സെൻസറിൻ്റെ തന്നെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിനകത്ത് ഹാർഡ്വെയർ ലെവൽ HDR സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. ഇതിനകത്ത് നിന്ന് കിട്ടുന്നൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് 1080p ആണ്. 1080p തന്നെ HDR ഹാർഡ്വെയർ ലെവൽ കിട്ടും എന്നുള്ളതാണ്. ഇനി ഈ ഒരു വീഡിയോ തന്നെ ഫീൽഡ് ഓഫ് വ്യൂ നോക്കി കഴിഞ്ഞാൽ 130 ഡിഗ്രിയാണ്. അതായത് നല്ലൊരു കവറേജ് നിങ്ങൾക്ക് ഇത് മുന്നിൽ വയ്ക്കുന്ന സമയത്ത് കിട്ടും. ആകാശം വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സൈഡ് വ്യൂസും അത്യാവശ്യം നല്ലോണം വിസിബിളായിട്ട് തന്നെയാണ് കിട്ടുന്നത്. സോ അൾട്രാ വൈഡ് ആയിട്ടുള്ളൊരു വിസിബിലിറ്റി നിങ്ങൾക്ക് ഈ ഒരു ക്യാമറയിൽ എക്സ്പെക്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ ഹാർഡ്വെയർ കിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡീഷണലി കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് അൺലോക്ക് ആവും കേട്ടോ. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് 24 മണിക്കൂർ സർവൈലൻസ് ആണ്. നമ്മൾ എവിടെയെങ്കിലും വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ടു, ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ട ഏരിയയിലാണ്, നമുക്ക് വണ്ടിയിൽ ആരെങ്കിലും വന്ന് മുട്ടുമോ അങ്ങനെയുള്ള പേടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ക്യാമറകളിലൂടെ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. എസ്പെഷ്യലി ഈ ഒരു ഡാഷ് ക്യാമിലൂടെ. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ്വെയർ കിറ്റ് അഡീഷണൽ ആയിട്ട് പർച്ചേസ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതിനകത്ത് വരുന്ന മറ്റൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 24 ഹവർ സർവൈലൻസിൽ തന്നെ
നമ്മുടെ ബാറ്ററിയിൽ നിന്നായിരിക്കുമല്ലോ ഈ കറണ്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി ഒരു സെർട്ടൈൻ പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ കാറിൻ്റെ ബാറ്ററി 11.9 വോൾട്ട് ആവുന്നത് വരെ കാറിൻ്റെ ബാറ്ററിയിൽ നിന്ന് കറണ്ട് എടുക്കുകയുള്ളൂ ഈ ഒരു ഡാഷ് ക്യാം. അത് കഴിഞ്ഞ് അല്ലെങ്കിൽ 11.9 ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഡാഷ് ക്യാമിനകത്തും ഒരു 300 mAh ഒരു ബാറ്ററി ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൽ 11.9 ആവുകയാണെങ്കിൽ ഈ ഒരു 300 mAh അല്ലെങ്കിൽ ഡാഷ് ക്യാമിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ടുള്ള സർവെയിലൻസ് നടക്കുന്നത്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ജി സെൻസറാണ്. ഈ ഒരു ക്യാമറയ്ക്കകത്ത് ജി സെൻസർ വരുന്നുണ്ട്. ജി സെൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൊളിഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വീഡിയോ റെക്കോർഡ് ചെയ്യും, ഓഡിയോ റെക്കോർഡ് ചെയ്യും, അതുപോലെ തന്നെ ക്വിക്കായിട്ട് കുറേയധികം ഫോട്ടോസും എടുക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും കൊളിഷൻ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു മൊമെൻറ്റ് കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ് ഈ ഒരു ഡാഷ് ക്യാമറ. പലർക്കും ആൻസൈറ്റി കൂട്ടുന്നൊരു കാര്യമാണ് നമ്മൾ ഇട്ടിരിക്കുന്ന മെമ്മറി കാർഡ് ഓട്ടോമാറ്റിക്കലി ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റിമൂവ് ചെയ്ത് ഫോർമാറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫോണിൽ വെച്ച് തന്നെ ഫോർമാറ്റ് ചെയ്യണം, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊളിഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മെമ്മറി കാർഡ് ഫുള്ളായി നമ്മൾ അറിയാതിരുന്നു കഴിഞ്ഞാൽ ആ ഒരു മൊമെൻറ്റ് കിട്ടാതിരിക്കുമല്ലോ എന്നുള്ളൊരു പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു പേടിയും വേണ്ട. ഈ ഒരു ഡാഷ് ക്യാമിനകത്ത് ആ ഒരു ഫീച്ചറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും ക്യാമറയ്ക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ നമ്മൾ ഒരു 64 GB മെമ്മറി കാർഡാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ മെമ്മറി കാർഡ് ഫുള്ളായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പുതിയ വീഡിയോസ് ഓവർ റൈറ്റ് ചെയ്യപ്പെടുന്നതാണ്. അതായത് നമ്മുടെ ആ ഒരു മെമ്മറി കാർഡിൽ കിടക്കുന്ന ഏറ്റവും ആദ്യത്തെ വീഡിയോ റീപ്ലേസ് ചെയ്തിട്ട് നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോ വരും. അപ്പോൾ നിങ്ങളുടെ മെമ്മറി കാർഡ് ഈവൻ ഫുള്ളായി കഴിഞ്ഞാലും ആദ്യത്തെ വീഡിയോ റീപ്ലേസ് ചെയ്ത് അതിന് പിന്നെ വന്നുകൊണ്ടേയിരിക്കും. അതായത് നമ്മുടെ കുറേ പഴയ വീഡിയോ ഡിലീറ്റ് ആയി പോവും, അതിന് പകരം നമ്മളുടെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസ് റെക്കോർഡ് ആയിക്കൊണ്ടേയിരിക്കും. അതൊരു ആക്ച്വലി നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ഇനി നിങ്ങളുടെ വിൻഷീൽഡിൽ എന്തെങ്കിലും തരത്തിലുള്ള ആൻറ്റി ഗ്ലെയറോ അല്ലെങ്കിൽ കൂളിംഗ് പേപ്പറോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിലും അതിനനുസരിച്ച് ഓട്ടോ ബാലൻസ് ആവുന്നതാണ് എക്സ്പോഷറും, അതുപോലെ തന്നെ വിൻഷീൽഡിന് തന്നെ കളർ സ്കീമാറ്റിക്സും ഓട്ടോമാറ്റിക്കലി ക്ലിയറായി നമുക്ക് ആ ഒരു നാച്ചുറൽ വിവിഡ് കളറിൽ തന്നെ ഈ ഒരു ഡാഷ് ക്യാമിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും. പിന്നീട് എടുത്തു പറയേണ്ട കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ടൈം ലാപ്സ് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. ആപ്പ് കൺട്രോൾ ഉണ്ട്, അതായത് 70 മൈയുടെ ഒരു ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഫോണിനകത്ത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും, അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഇതിനകത്തൊരു ഡിസ്പ്ലേ ഇല്ലയെന്ന് കരുതിയിട്ട് നിങ്ങൾ ഇത് വാങ്ങാതിരിക്കേണ്ട. നിങ്ങളുടെ ഫോൺ തന്നെ നിങ്ങൾക്ക് ഒരു ഡിസ്പ്ലേ ആയിട്ട് ലൈഫ് ടൈം വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇതിൽ ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വോയിസ് കൺട്രോൾ ഉണ്ടെന്നുള്ളതാണ്. വോയിസ് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കണം, അല്ലെങ്കിൽ ഓഡിയോ ഓൺ ആക്കണം, അല്ലെങ്കിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വോയിസ് കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് പറയാൻ വേണ്ടി സാധിക്കും. ഇതിനൊരു നല്ലൊരു ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സഡനായിട്ട് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരാളുടെ നമ്പർ പ്ലേറ്റോ കാര്യങ്ങളോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ നമ്മളെ ഫ്രണ്ടിൽ നിന്ന് അല്ലെങ്കിൽ സൈഡിൽ നിന്ന് നമ്മുടെ കാറിനെ സ്ക്രാച്ച് ചെയ്തിട്ട് പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇപ്പോൾ ഒരു ബൈക്കുകാരനാണ് ഇത് നമ്മളെ മുന്നിൽ നിന്ന് പോകുന്നതെന്ന് വെച്ചോ, പെട്ടെന്ന് നമുക്ക് പുള്ളിക്കാരനെ ചേസ് ചെയ്തിട്ട് നമുക്ക് നമ്പർ കുറിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വോയിസ് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ടേക്ക് എ ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അപ്പോൾ തന്നെ ആ ഒരു പിക്ചർ ക്യാപ്ചർ ചെയ്യും. ടേക്ക് ഫോട്ടോ, ടേൺ ഓൺ ഓഡിയോ, ടേൺ ഓഫ് ഓഡിയോ. ഇനി ഈ ഒരു ഡാഷ് ക്യാമിനകത്ത് ഹീറ്റിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഹീറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ക്യാമറയും ക്യാമറയുടെ സെൻസറും ഒക്കെ വരുന്ന ഡിവൈസുകളിലെല്ലാം ഹീറ്റിംഗ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവാറുണ്ട്. അത് ഏത് ഡാഷ് ക്യാം ആണെങ്കിലും ഉണ്ടായിരിക്കും. പക്ഷേ ഇതിന് വേണ്ടിയിട്ടുള്ള ഹീറ്റ് ഡിസിപ്പേഷന് വേണ്ടിയിട്ടുള്ള ഒരുപാടധികം ഹോൾസും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത് മോസ്റ്റ്ലി വെൻറ്റ് ചെയ്ത് പോവാറുണ്ട്. അതുപോലെ തന്നെ ഹീറ്റ് എങ്ങനെ വെൻറ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും അതിൻ്റെ ലോഞ്ചിവിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുക. അത്യാവശ്യം ഹീറ്റ് ചെയ്ത് വെൻറ്റ് ചെയ്യാൻ പോകുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലോഞ്ചിവിറ്റി ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് 70 മൈയുടെ ഈ ഒരു ഡാഷ് ക്യാം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സുകളായിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇനി ഇതല്ലാതെ മറ്റൊരു ഡാഷ് ക്യാം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യൂബോ എന്ന് പറയുന്നൊരു ബ്രാൻഡുണ്ട്. അതിൻ്റെ ഡാഷ് ക്യാംസും അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. ഇതിന് വളരെയധികം പോസിറ്റീവ് റിവ്യൂസ് ആമസോണിലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും വാങ്ങിക്കാൻ പറ്റുന്നൊരു ഡാഷ് ക്യാമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ, വളരെ ഈസി ആയിട്ട് വാങ്ങിക്കണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി ഒറ്റ ക്ലിക്ക് ചെയ്താൽ നേരെ ആമസോണിൽ പോകും, നിങ്ങൾക്ക് അതുവഴി വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗാഡ്ജറ്റുമായിട്ട് വരുന്നവരെ ബൈ ഗൈസ്.